ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളുടെ കുറച്ച് കേക്ക് ഓർഡേഴ്സും അതേപോലെ തന്നെ നമുക്കൊരു ബാപ്റ്റിസം ഓർഡർ ഉണ്ടായിരുന്നത് നമ്മളവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളും എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാപ്റ്റിസം ഓർഡറിനായിട്ട് കുറച്ച് ഡോണറ്റ്സ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കപ്പ് കേക്കും പോപ്സും അവരതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചത് കാരണം ഞാനിപ്പോൾ 1-2 തവണയായിട്ട് നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് ഡോണറ്റും ബൺസൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇപ്പോൾ 2 കപ്പ് മൈദയും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാനൊരു ബൗളിനകത്തേക്ക് 1/2 കപ്പ് പാല്, അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഷുഗറൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്കും നമ്മുടെ അതൊന്ന് ഫെർമെൻ്റായി വന്നു. പിന്നെ നമ്മൾ ആ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡ് മിക്സർ ഒന്ന് ഓണാക്കി കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഞാൻ ഒരു 4-ൽ 5-ലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ ഡോണറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഡോ. അപ്പോൾ ഞാൻ ഈ കളർ ഇവിടെ കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ബേക്കേഴ്സിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് അപ്പോൾ ഗ്രീൻ ഫുഡ് കളറാണ് കേട്ടോ എഴുതിയേക്കുന്നത്. അപ്പോൾ ഫുഡ് കളർ നമുക്ക് കോമൺ ആയിട്ട് കേക്കിൽ യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് എടുത്തത്. പക്ഷേ ഇതിന് ഭയങ്കര ഒരു സ്മെല്ലും ഭയങ്കര ഒരു ഇതായത് കാരണം ഞാനത് പിന്നെ യൂസ് ചെയ്യാനായിട്ട് എടുത്തില്ല കേട്ടോ. കാരണം ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു. കാരണം ക്രീമിൽ ആഡ് ചെയ്തിട്ട് വരെയും അതിന് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. പക്ഷേ 145 റുപ്പീസ് അതിൻ്റെ റേറ്റും ഉണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതേപോലെ ഫുഡ് കളറിന് എഴുതിയ കളേഴ്സ് വാങ്ങിക്കാതിരിക്കുക കേട്ടോ. ജെൽ കളേഴ്സ് എഴുതിയത് മാത്രം വാങ്ങിക്കുക. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഓർഡേഴ്സിന് വേണ്ട കേക്കുകളൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എല്ലാവരും വൈറ്റ് ഫോറസ്റ്റ് പിന്നെ വാനില കേക്ക് അതുപോലെയുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ കേക്കിൻ്റെ സ്പഞ്ച് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത് 6 ഇഞ്ചിലും 5 ഇഞ്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ബാപ്റ്റിസം കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തൊക്കെ വെച്ചതാണ്. അപ്പോൾ 1 kg ആണ്. അപ്പോൾ 5 ഇഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള കേക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്കിൻ്റെ കൂടെ നമ്മൾ കപ്പ് കേക്കും പോപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോപ്സിന് വേണ്ടതും നമ്മൾ ബേക്ക് ചെയ്ത സമയത്ത് കുറച്ച് ക്രംസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മളുടെ ഡോണറ്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കതൊന്ന് ഓരോ ഉരുളകളാക്കി ഹീറ്റൊക്കെ നോക്കിയിട്ട് ഒരു ട്രേക്കകത്ത് നമുക്കൊന്നും കൂടി ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്ന് നമ്മൾ ഇങ്ങനെ ഇടയിലായിട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റ് വെയിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫെർമെൻ്റായി വരുമ്പോൾ സെൻറ്ററിൽ നോസിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മൾ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ പോപ്സും സിക്കിൾസും എല്ലാവരും നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഗോൾഡൻ കളറും വൈറ്റ് കളറുമാണ് അവരൊരു കളർ തീം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പോപ്സ് റെഡിയാക്കിയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഗോൾഡൻ കളർ മേളിൽ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡൻ ഡസ്റ്റിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തത്. പിന്നെ നമ്മുടെ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ബേക്കേഴ്സിൽ പോയപ്പോൾ ഞാൻ ഒരു ടോൾ കേക്ക് ചെയ്യുന്ന സ്ക്രാപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒരു മോഡൽ എനിക്ക് കിട്ടാത്തതാണ് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നോർമൽ ഹൈറ്റിലുള്ള സ്ക്രാപ്പർ വെച്ച് തന്നെയാണ് ഈ ഒരു ടോൾ കേക്കും ഷേപ്പ് ചെയ്തെടുത്തത്. അതുതന്നെ കുറച്ച് ടൈം എടുത്തായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. കേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റുള്ള കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കായിരുന്നു. ഇതേപോലെ ഒരു ക്രോസ് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു മെഷറിലുള്ള ക്രോസ് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ നമുക്ക് വെക്കാനുണ്ടായിരുന്നത് ഗോൾഡൻ കളറും അതേപോലെ സിൽവർ കളറും പിന്നെ വൈറ്റ് കളറിലുള്ള ഫോക്സ് ബോൾസ് ആണ്. ഈ സിൽവർ കളറിലുള്ള ഫോക്സ് ബോൾസ് എനിക്ക് ചെറിയൊരു പണി തന്നായിരുന്നു കേട്ടോ. അതെനിക്ക് റൗണ്ട് കിട്ടിയില്ല. ഞാനൊരു 3 കടയിൽ കയറിയിട്ടും എനിക്ക് റൗണ്ട് കിട്ടിയില്ല കേട്ടോ. അതുമല്ല 2 കടയിൽ ഉണ്ടായിരുന്നില്ല. ഒരു കടയിൽ ഉണ്ടായിരുന്നത് ഹാർട്ട് ഷേപ്പ് ആയിരുന്നു. പിന്നെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. സൺഡേ പിന്നെ കടകളൊന്നും തുറക്കാത്ത കാരണം ശനിയാഴ്ചയാണ് നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് അത് തന്നെ വെക്കാനേ വേറെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ കേക്കിൽ. ശരിക്കും നമ്മൾ കൂടുതലും എടുത്ത് കാണിക്കുന്നത് നമ്മളുടെ ഗോൾഡൻ കളറിലുള്ള ബോക്സ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഈ ഫോക്സ് ബോൾസ് ഒക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഹോം വർക്കേഴ്സ് ഒക്കെ പെട്ടുപോയേനെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതേപോലെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റ് ചെയ്യുക. പക്ഷേ ഫോണ്ടൻറ്റിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ റേറ്റ് വ്യത്യാസം വരും. അതേപോലെ തന്നെ നമുക്ക് നല്ല പണിയുമായിരിക്കും. ഇത്രയുള്ള ഒരു ഇതൊന്നും നമുക്ക് കിട്ടില്ല.
അപ്പോൾ ഫോക്സ് ബോൾസൊക്കെ വന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കേക്കും കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ഒരു വെഡ്ഡിങ്ങിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഡിസൈനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു വേവ് പോലെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ഒരു ഫ്ലവറിൻ്റെ കളറും അതുപോലെ കേക്ക് ഫുൾ വൈറ്റ് ആയതെന്ന് കാരണം ആ ഫ്ലവർ ആ വൈറ്റ് കേക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ ശരിക്കും നല്ല എടുത്തിങ്ങനെ നിന്നായിരുന്നു കേട്ടോ. അത് കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷുഗർ ബീഡ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പമുള്ളതും അതിൻ്റെ ചെറുതും പിന്നെ ഏറ്റവും ചെറുതും അങ്ങനെ പല ടൈപ്പിലുള്ള ഷുഗർ ബീഡ്സ് നമ്മൾ വെച്ചിട്ടോ. പിന്നെ ഒരു ടോപ്പറും കൂടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ വെഡ്ഡിങ് കേക്ക് ഒന്ന് റെഡിയാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 2 കേക്ക് നമുക്ക് സൺഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒന്ന് ഫിനിഷാക്കി വെക്കണ നേരത്താണ് നമുക്ക് രാത്രി 2 കോള് വന്നത്. ഒരു റെഡ് വെൽവെറ്റ് കേക്കിനും പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനുള്ള ഓർഡർ വന്നിട്ട്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യാനുള്ളത് കാരണം തലേ ദിവസം രാത്രി തന്നെ നമ്മൾ സ്പഞ്ചൊക്കെ റെഡിയാക്കി പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ടോ. അങ്ങനെ എല്ലാവരും ഇതേ ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ തന്നെ നമുക്ക് എണീറ്റിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഡോണറ്റ്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ രാവിലെ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞായറാഴ്ച ചെയ്ത് തന്നെ നമുക്ക് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി. പിന്നെ നമ്മളുടെ റെഡ് വെൽവെറ്റ് കേക്കും അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബാപ്റ്റിസത്തിൻ്റെ ഫംഗ്ഷനും കൂടി നമുക്ക് ഉള്ളത് കാരണം ഈ ഒരു കേക്ക് എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് അമ്മച്ചീനെ ഏൽപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നേച്ചത്. അങ്ങനെ ഫുൾ കംപ്ലീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ബാപ്റ്റിസത്തിന് പോയത്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിന് ഇതേപോലെ നോർമലായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മേളിൽ ഇതേപോലെ ചെറി വെച്ചു. ചെറി എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കാരണം എനിക്ക് ചെറി ഫുള്ളായിട്ട് വെക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ കുറച്ച് വലുപ്പം കൂടിയതായത് കാരണം ഞാനൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മേളിലേക്ക് വെച്ചേട്ടോ. പിന്നെ നമ്മൾ പേരും കൂടിയൊക്കെ എഴുതി നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഏകദേശം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാനായിട്ട്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി കേക്ക് ആയിരുന്നത് കാരണം ഞാൻ പിന്നെ റെഡ് കളറിൽ കൊടുക്കാമെന്ന് കരുതി. പ്രത്യേകിച്ച് മോഡലൊന്നും കസ്റ്റമർ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈറ്റും റെഡൊക്കെ ആകുമ്പോൾ ഒരു ആനിവേഴ്സറി കേക്കല്ലേ, അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. പിന്നെ കുറച്ച് ക്രീമിനകത്തേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഫുൾ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രാപ്പർ വെച്ച് ഡിസൈൻ ചെയ്തിട്ടോ. പിന്നെ അതേപോലെ തന്നെ വൈറ്റും റെഡും കോമ്പിനേഷനിൽ മേളിൽ നമ്മുടെ റോസറ്റ നോസിൽ വെച്ചിട്ട് ഫ്ലവേഴ്സും പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ടോപ്പർ വെച്ചു മേളിൽ പേരൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫിനിഷ് ചെയ്ത് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റും റെഡ് വെൽവെറ്റും ഒന്ന് പാക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളുടെ ബാപ്റ്റിസം കേക്കായിട്ട് നമുക്ക് പോകാനായിട്ട്. അത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. 11 മണിക്കാണ് നമ്മൾക്ക് ഫംഗ്ഷൻ പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയാലേ നമുക്ക് ഇതെല്ലാവരും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളല്ലോ. അങ്ങനെ ഞങ്ങളൊരു 10:45 11 മണി കറക്റ്റ് ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും പള്ളിയിൽ വേറെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് കാരണം 11:30 ആയപ്പോഴാണ് കേട്ടോ ബാപ്റ്റിസത്തിൻ്റെ ഫംഗ്ഷൻ പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ലാവിഷായിട്ട് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നു. കേക്ക് സ്റ്റാൻഡും പിന്നെ അതേപോലെ 2 ട്രേയും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേപോലത്തെ വൈറ്റ് ട്രേ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അധികം ഐറ്റംസ് ഇല്ലല്ലോ, 4 വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കപ്പ് കേക്കും ഒരു ട്രെയിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ പോപ്സും ഡോണറ്റ്സും ഇതേപോലെ വേറൊരു വൈറ്റ് ട്രേക്കകത്ത് സെറ്റ് ചെയ്തിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഫോണ്ടൻ്റ് വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ നേരത്തെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം ഫോണ്ടൻ്റൊക്കെ ചിലപ്പോൾ മെൽറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പിന്നെ നമുക്ക് ഒത്തിരി ഫോണ്ടൻ്റ് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം പിന്നെ അത്യാവശ്യം സ്റ്റേജ് ഫാനൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പിന്നെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കേക്ക് വിശേഷങ്ങളും അതേപോലെ ഡെലിവറി വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.